നമസ്കാരം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി UDF-ലും കോൺഗ്രസിലും ഉടലെടുത്ത ഗ്രൂപ്പ് തർക്കം മുഖ്യമന്ത്രി VD സതീശനെതിരെ പരസ്യമായ ചേരിതിരിവിലേക്ക് നീങ്ങുകയാണ്. നിയമനങ്ങളിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ VD സതീശൻ തുടരുമ്പോൾ മുഖ്യമന്ത്രിയുടേത് ഏകാധിപത്യ ശൈലിയാണെന്നും അത് അംഗീകരിച്ച് നൽകില്ലെന്നും വ്യക്തമാക്കി കോൺഗ്രസിലെ പരമ്പരാഗത AI ഗ്രൂപ്പുകളും KC വേണുഗോപാൽ വിഭാഗവും രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ ഏകപക്ഷീയമായി ആളെ തിരികെ കയറ്റിയ സതീശന്റെ ശൈലിക്കെതിരെ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംഘടന നൽകുമ്പോൾ മാത്രം ഗ്രൂപ്പ് വീതം വെപ്പും അല്ലാത്തപ്പോൾ സ്വന്തക്കാരുടെ തള്ളിക്കയറ്റവുമാണ് നടക്കുന്നതെന്നാണ് മറ്റ് ഗ്രൂപ്പുകാരുടെ പ്രധാന ആരോപണം. ധനകാര്യ നിയമ വകുപ്പുകൾ കൈവശം വെച്ചിരിക്കുന്ന VD സതീശന് പാർട്ടിയുടെയോ അഭിഭാഷക സംഘടനയുടെയോ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ സ്വന്തം വിശ്വസ്തരെ മാത്രം തസ്തികകളിൽ കുത്തി നിറച്ചതാണ് ഗ്രൂപ്പ് നേതാക്കളെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകരെയും യൂത്ത് കോൺഗ്രസ് KSU പാരമ്പര്യമുള്ളവരെയും തഴഞ്ഞാണ് ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. 5 മുതൽ 15 ലക്ഷം രൂപ വരെ വാങ്ങിയാണ് ചിലർ ഈ പട്ടികയിൽ കയറിപ്പറ്റിയതെന്ന ആരോപണം അഭിഭാഷക സംഘടനയ്ക്കുള്ളിൽ വലിയ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. യുവ MP-യുടെയും സ്റ്റേറ്റ് അറ്റോർണിയുടെയും ഇടപെടലിൽ ഒരു വനിതാ അഭിഭാഷകയ്ക്ക് വഴിവിട്ട് നിയമനം നൽകിയെന്ന വിവാദവും പുകയുകയാണ്. സുധാകരന്റെ വിശ്വസ്തനായ മുൻ ഭാരവാഹി വാർത്താസമ്മേളനം വിളിച്ച് വിഷയം പരസ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും ഉന്നത ഇടപെടൽ മൂലമാണ് അത് റദ്ദാക്കിയത്. എന്നാൽ ഈ വിവാദം അടങ്ങിയിട്ടില്ല. മാത്രമല്ല BJP RSS പശ്ചാത്തലമുള്ളവർക്ക് വരെ സതീശൻ പ്ലീഡർ പദവികൾ ഉദാരമായി വീതിച്ചു നൽകിയെന്ന വാർത്ത പുറത്തു വന്നതോടെ KSUവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രവർത്തകരുടെ അധ്വാനത്തെ വഞ്ചിക്കുന്ന രീതിയിലുള്ള സമീപനം അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് KSU ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. അതുപോലെ ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം പാടെ തള്ളുന്ന സമീപനമാണ് മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിക്കുന്നത്. നിയമനങ്ങളിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല. സംഘടന നൽകിയ പട്ടികയിൽ നിന്നാണ് ആളുകളെ എടുത്തത്. നിയമിച്ചവരെ ഇനി മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന കടുത്ത നിലപാടിലാണ് VD സതീശൻ. സതീശന്റെ ഈ കടുംപിടുത്തവും ഏകാധിപത്യ ശൈലിയും ഇനി വെച്ചു പൊറുപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പോരിനിറങ്ങിയിരിക്കുകയാണ് മറ്റ് ഗ്രൂപ്പ് മാനേജർമാർ. വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡിന് പരാതി നൽകാനും സർക്കാരിനെതിരെ പരസ്യ നിലപാടെടുക്കാനുമാണ് ഗ്രൂപ്പുകളുടെ നീക്കം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നടക്കാനാണ് സാധ്യത.